എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഇന്ന് മോനൂസിനെ കൊണ്ടുപോകുന്ന തിരക്കാണ് കേട്ടോ. മോനൂസ് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇന്ന് യൂണിഫോം ഇല്ല, ഇന്ന് അവർക്ക് കളർ ഡ്രസ്സാണ്. അടച്ചാപ്പഴം തിന്നാണ്. മടിയൊന്നുമില്ലല്ലോ കുഞ്ഞൂസ്? മോനൂസിന് മടിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ അവനെ കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ മാറ്റിയൊക്കെ നിൽക്കുകയാണ്. പിന്നെ ഇന്ന് 1:30 വിടും കേട്ടോ ഒന്ന്. അപ്പോൾ എത്രാം ക്ലാസ്സിലേക്കാണ് കുഞ്ഞൂസ് പറയാം? 1D. അപ്പോൾ നമ്മൾ പായസ ക്ലാസ് സോറി പായസ ടീച്ചറെ ക്ലാസ്സിലാട്ടോ മോനൂസ്. അപ്പോൾ അതെൻ്റെ ചോറായിട്ടുണ്ട്, വേറെ സംഭവങ്ങളൊന്നും ആയിട്ടില്ല. സ്കൂൾ തുറന്നാൽ പിന്നെ അങ്ങനെയാണല്ലോ, കുട്ടികളെ വൈത്താലാകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം അങ്ങനെ പോകും. ഇനിയിപ്പോൾ മോനൂസ് ഏത് ക്ലാസ്സിലാണെന്ന് അറിയണം, പിന്നെ ഏതാണ് ഡിവിഷൻ എന്ന് അറിഞ്ഞിട്ടില്ല. അപ്പം അതൊക്കെ അറിഞ്ഞ് പിന്നെ കൺഫേം ആക്കിയിട്ട് ഞാൻ അവിടുന്ന് പോരുന്നുള്ളൂ കേട്ടോ. നല്ല ചെറിയ കുട്ടികളല്ല, അവർക്കും തന്നെ ടെൻഷനാവും. അപ്പോൾ ഓക്കെ, എൻ്റെ ബാഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബാഗിൽ ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല, പുതിയ ബാഗ് മേടിച്ചിട്ടില്ല. ഇത് അത്യാവശ്യം നല്ല ബാഗാണ് കേട്ടോ, ഒരു കേടുമില്ല, അതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, എന്തൊക്കെയുണ്ട് മോനെ? ഒരു സ്ലൈറ്റ് പൗച്ച് പുതിയത് വാങ്ങിയതാ. പിന്നെ സ്ലൈറ്റ്, പിന്നെ എന്താ പറയുക റഫ് പുസ്തകമുണ്ട്, പിന്നെ അവന് വേണ്ട ഫുഡും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ അവർ 1:30 വിടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഫുഡ് കഴിച്ചിട്ടാണ് വിടുള്ളൂ. അത് റഫ് പുസ്തകമാണ്, എടുത്തേക്ക്. ഇനി ചെരുപ്പൊക്കെ ഇട്ടിട്ട് പോവല്ലേ എന്നാൽ ഓക്കെ. അപ്പം ഇനി എന്താ മൊത്തം പൗഡർ ഇട്ടോട്ടെ. ഒരു കുറീൻ്റെ കുറവുണ്ടല്ലോ, കുറിയിട്ടേ വേണം, അടിപൊളി. അപ്പോൾ ഓക്കെ ഗായ്സ്. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, നമ്മുടെ മോനൂസ് സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ക്ലാസ് ഏതാണെന്ന് ഞങ്ങൾക്ക് വലിയ അറിവൊന്നുമില്ല. മുകളിലാണെന്ന് പറഞ്ഞു കേട്ടോ, ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മോനൂസിൻ്റെ ക്ലാസ് കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഏതാ മോനൂസിൻ്റെ ക്ലാസ്? 1E-യോ 1C-യോ? 1D, രണ്ടും അല്ലല്ലേ, 1D ആണ് കേട്ടോ മോനൂസിൻ്റെ ക്ലാസ്. അപ്പോൾ മോനൂസിന് ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ UKG പഠിച്ചൊരു ഫ്രണ്ടിനെ മോനൂസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ സമാധാനമായിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ് അവിടെ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഫായിസ ടീച്ചറെ ക്ലാസ്സിലാണ് മോനൂസ് കേട്ടോ. അപ്പോൾ ടീച്ചർ ബലൂണൊക്കെ എന്താ പറയുക ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വീർപ്പിച്ചുണ്ടാക്കാണ് കേട്ടോ. അത് എൻ്റെ LKGയിലെ മിസ്സായിരുന്നു കേട്ടോ, ഷിജി മിസ്സായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ കുറച്ച് നേരമൊക്കെ കുട്ടികളൊക്കെ ഇരുന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഡോറേൻ്റെ വേഷം കെട്ടിയിട്ട് ഒരാളുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്താ വേഷമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഡോറ എല്ലാവർക്കും ബലൂണൊക്കെ കൊടുക്കുന്നുണ്ട്. മോനൂസ് അവിടെ ബലൂൺ വാങ്ങാൻ നിൽക്കുന്നുണ്ട്, പക്ഷേ ഓന് കിട്ടണില്ല കേട്ടോ. അപ്പോൾ കുറേ നേരമായി കൈ നീട്ടൽ തുടങ്ങിയിട്ട്, പക്ഷെ കിട്ടണില്ല. അപ്പോൾ ഡോറേൻ്റെ കയ്യിലുള്ള ബലൂണ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ടീച്ചർ വന്ന് കൊണ്ട് കൊടുക്കണം, അല്ലാണ്ട് ബലൂണ് കിട്ടൂല. പിന്നെ വീണ്ടും ബലൂണുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മോനൂസിനും അങ്ങനെ ബലൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് വരുമ്പോൾ നല്ല സ്വീകരണമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ പിന്നെ എന്താ പറയുക ഡോറേൻ്റെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ പാട്ടില്ലേ ചിക് 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 ഡോറ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോനൂസും ഡോറയും കൂടെ ഒപ്പം നിന്നിട്ട് ഞാനൊരു പിക്കൊക്കെ എടുത്തു കേട്ടോ. അതും തന്നെ നല്ല അടിപൊളിയായി. ഡോറ നല്ല സപ്പോർട്ടാണ് എല്ലാവരോടും. പിന്നെന്താ അങ്ങനെ നമ്മൾ പിന്നെ എന്താണ് സ്കൂളിൽ എന്താണ് മോനൂസിനെ കൊണ്ടാക്കി. കുട്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 10 മണി കറക്റ്റിനാണ് അവർ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 10 മണി കഴിഞ്ഞിട്ടും കുട്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രവേശനോത്സവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സൊക്കെ പിന്നെ മേലെയൊക്കെ നല്ല എന്താ പറയുക അരങ്ങും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ എന്താണ് 2nd ഫ്ലോറിലും അങ്ങനെ 3rd ഫ്ലോറിലും അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പാരൻസ് തന്നെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പ്രവേശനോത്സവം നല്ല അടിപൊളിയായി. അപ്പോൾ നമ്മൾ പ്രവേശനോത്സവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്കൊന്ന് പോയി നോക്കിട്ടോ. അപ്പോൾ ചേച്ചി അവിടെ നല്ല പാചകത്തിലാണ്. അപ്പോൾ ചേച്ചിയോട് ഞാൻ വീഡിയോസ് എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നെന്താ കുട്ടികൾക്ക് സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് ലഡു ഉണ്ട്. പിന്നെ ഫുഡ് എന്ന് പറയുന്നത് സാധാ ചോറും സാമ്പാറുമാണ്. അപ്പോൾ അതായിരുന്നു ഫുഡ് കേട്ടോ, ഇന്നത്തെ ഫുഡ്. അപ്പോൾ ഗൈസ് മോനൂസിനെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കി വന്നു കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ഇനി 1:30 ആകുമ്പോൾ വിടും. അപ്പോൾ എൻ്റെ പണികൾ ഇനി കുറച്ചും കൂടിയൊക്കെ കഴിയാണ്ട്. അപ്പോൾ എന്തോ പോലെ ടാത്തിക്കൊക്കെ കയറി വന്നപ്പോൾ എനിക്ക് മാത്രം തന്നെയല്ല കേട്ടോ, ഇന്നിപ്പോൾ സ്കൂൾ തുറക്കണം എല്ലാ കുട്ടികളുടെ അമ്മമാരുടെ അവസ്ഥ അതായിരിക്കും. നമ്മുടെ വീട്ടിലൊക്കെ വേറെ ആരും ഇല്ലാത്തൊരു വീട്ടിലൊക്കെ അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാവും. അപ്പോൾ അതൊന്നും എന്താ പറയുക എന്താ പോലെ സങ്കടം പോലെ കേട്ടോ. മക്കളൊക്കെ അങ്ങോട്ട് പോയപ്പോൾ കുഴപ്പമില്ല, സ്കൂളിലേക്ക് പോവല്ലേ, നമുക്കതൊരു എന്താ പറയുക അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ.
പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ 1:30 ആകുമ്പോൾ മോനൂസിനെ വിടും കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പണികളൊക്കെ ഒന്ന് ചടപടയെ തീർക്കണം, പോകണം. പിന്നെ അവരെ പിന്നെ സ്കൂളിൽ എന്താണ് വെൽക്കം ചെയ്യാൻ ഡോറയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു നല്ലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മാക്സിമം എൻ്റെ വീഡിയോസിൽ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എന്താ പറയുക, വേറെ വിശേഷങ്ങളൊന്നുമില്ല. വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.